ഒരു ഊണ് പാഴ്സൽ. മോനെ, ഞാൻ അച്ഛൻ്റെ കൂട്ടുകാരനാ. ആ, കണ്ടിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് ചോദിച്ചതാ. സഹോദരിയുടെ വീട്ടിലാ. ഏത് സ്ഥലത്താ? വയനാട്ടിലാ. അച്ഛനെ തിരക്കിയതായി പറയണം, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. ഓ ശരി, പറഞ്ഞേക്കാം. വേണ്ട, നിങ്ങൾ ഇതിന്റെ അകത്ത് കിടന്നാ മതി. എന്റെ മക്കളെ ആരും കാണാത്തടുത്ത് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഒന്ന് തുറന്നു വിടറാ. നിന്നെ ഈ വേഷത്തിൽ കാണണമെന്നത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. എനിക്കിനി ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ, വൈശാഖ് കളക്ടറായി കാണണം. അത് നടക്കുമേ. അവൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പോയിരിക്കുകയല്ലേ. മോനെ, ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങളുടെ രണ്ടാളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. എന്റെ മനുഷ്യ, നിങ്ങൾ ഈ ശരീരമുള്ളക്ക് അധ്വാനിക്കുന്നതല്ലേ, നന്നായി കഴിക്ക്. നീ വിളമ്പി തരുമ്പോ ഒരു പിടി കഴിക്കുമ്പോ എന്റെ മനസ്സ് നിറയും. ഇരുന്ന് കിന്നിരിക്കാതെ വേഗം വാരി കഴിക്ക്. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എന്താച്ചാ? ഇനി വൈശാഖിന്റെ IAS ട്രെയിനിങ് കഴിഞ്ഞു. അവന്റെ കല്യാണം കൂടെ നടത്തിയാലേ എന്റെ ഉത്തരവാദിത്തം കഴിയും. നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹം പോലെ ഇതാ വിക്രമൻ പോലീസ് ഓഫീസറായി, വൈശാഖ് ഇതാ IAS ട്രെയിനിങ്ങും കഴിഞ്ഞു. നിങ്ങളുടെ അമ്മ ഒരാഗ്രഹം ബാക്കി വെച്ചിട്ടാ അമ്മ പോയത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ജോലിയും കുടുംബമൊക്കെ ആയ ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീർത്ഥയാത്ര പോകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാനും തമ്പിയും കൂട്ടുകാരും കൂടെ കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ തീർത്ഥയാത്ര പോകാൻ തീരുമാനിച്ചു. അല്ലച്ചാ, അമ്മയ്ക്ക് ഇങ്ങനൊരു ആഗ്രഹമുള്ള കാര്യം അച്ഛൻ ഞങ്ങളോട് ആരോടും ഇതുവരെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി നേരത്തെ ഒരു ടൂർ പ്ലാൻ ചെയ്യാമായിരുന്നല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും ജോലിയൊക്കെ കിട്ടി കല്യാണവും കുടുംബമൊക്കെ ആയതിനു ശേഷം പറയാമെന്ന് വെച്ചു. എന്നാൽ പിന്നെ അത് വെച്ച് താമസിപ്പിക്കണ്ട, എല്ലാവർക്കും കൂടി നാളെ തന്നെ വിട്ടാലോ? ഞാനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ഇതുവരെ ദൂരയാത്ര പോയിട്ടില്ല. അതിന് അളിയൻ്റെ വണ്ടിയിൽ എല്ലാവർക്കും കൂടെ പോകാനുള്ള സ്ഥലം ഉണ്ടാവില്ലല്ലോ. നമുക്കേ ഒരു 14 സീറ്റിൻ്റെ ട്രാവലർ എടുത്തിട്ട് എല്ലാവർക്കും കൂടി അങ്ങ് പോവാം. എന്തേ? അതൊന്നും വേണ്ട മക്കളെ, ഞാനും കൂട്ടുകാരും കൂടെ ബസ്സിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും അച്ഛൻ്റെ കൂട്ടുകാരില്ലാതെ കാര്യങ്ങളൊന്നും നടക്കൂല. ഞാൻ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, അവനുമൊത്ത് ആ കടത്തിണ്ണെ പോയി ഇരിക്കരുതെന്ന്. അച്ഛാ,
ചേട്ടൻ പറയണതിലും കാര്യമുണ്ട്. അച്ഛനിന്ന് പഴയ കൃഷിക്കാരനല്ല. അച്ഛൻ്റെ മക്കളും മരുമക്കളും എല്ലാം ഈ നാടറിയുന്ന വ്യക്തികളാണ്. മാത്രമല്ല ചേട്ടൻ ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസറാണ്. ചേട്ടന് നാണക്കേടുണ്ടാവുന്ന രീതിയിൽ മാമൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോകാമായിരുന്നല്ലോ. നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് അതല്ലേ അച്ഛാ നല്ലത്. അവരെൻ്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരാ. വെറും പാവങ്ങളാ. അച്ഛൻ ഈ വയസ്സാങ്കാലത്ത് എന്തിന്റെ സുഖേടാ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയാനായിട്ട്. അച്ഛ, അവര് പറയുന്നതിൽ കാര്യമുണ്ട്. അവർക്കിപ്പോ സമൂഹത്തിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ട്. അത് അച്ഛനായിട്ട് മോളെ, ഈ അച്യുതനായർക്ക് പഴയൊരു കാലമുണ്ടായിരുന്നു. അന്ന് ഇതൊന്നും അല്ല വീട്, ഒരു ചെറിയ ഓലപ്പുരയായിരുന്നു. നിന്റെ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ അച്ഛന് കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ആ കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ ഒരു ഓലക്കീറും വിരിച്ച് അതിന്മേൽ പായും വിരിച്ച എൻ്റെ അച്ഛൻ കിടന്ന് ഉറങ്ങിയത്. ഇന്നും അച്ഛൻ്റെ ഓർമ്മകളാ ആ മരം കാണുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നത്. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയതാ ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് എനിക്ക് പഴയതൊന്നും മറക്കാൻ കഴിയില്ല. അച്ഛനൊന്നും അതിന് മറക്കത്തില്ല. ഇത് എൻ്റെ സകല സ്വത്തുക്കളും നിങ്ങൾ 4 പേരുടെയും പേരിൽ എഴുതി വെച്ച വിൽപത്രമാണ്. പക്ഷേ എൻ്റെ കാലശേഷം മാത്രമേ ഇത് നിങ്ങൾക്ക് വീതിച്ചെടുക്കാൻ പറ്റൂ. എന്തിനാ അച്ഛാ അങ്ങനെ എഴുതിയത്? അച്ഛൻ അറിയാലോ എന്റെ മോള് കല്യാണപ്രായം എത്തി നിൽക്കുമല്ലേ. ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ട് വേണം അവളെ കല്യാണം കഴിച്ചയക്കാൻ. ഇത്ര കാലം ജോലി നോക്കിയിട്ടും നിന്റെ മകളെ കല്യാണം കഴിച്ചയക്കാനുള്ള കാശ് നിന്റെ ഭർത്താവിന്റെ ശമ്പളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് എനിക്കറിയാം, എന്നാലും ഇത് വിൽപ്പന നടത്തണം. അച്ഛാ, ഇതിങ്ങനെ കിടന്ന് കാട് കയറി നശിക്കുന്നതിനേക്കാൾ നല്ലത് വിൽക്കുന്നതാ. എനിക്കാണെങ്കിൽ വീട് വെച്ച കടം ഇനിയും ബാക്കിയാ. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചെല്ലാം എന്റെ ജീവൻ അവസാനിക്കും മുമ്പ് വിറ്റാൽ ഞാൻ പിന്നെ എങ്ങോട്ട് പോകും? അച്ഛന് ഞങ്ങൾ ഓരോരുത്തരുടെ കൂടെയും മാറി മാറി നിൽക്കാമല്ലോ. എത്ര ദിവസം? അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. എന്താ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അവര് പറയാനുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത് അച്ഛാ. എന്റെ ഭർത്താവിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് അദ്ദേഹത്തിന് താമസത്തിനും ഭക്ഷണത്തിനും മാത്രമേ തികയുന്നുള്ളൂ. ഇങ്ങോട്ട് സ്ഥലം മാറ്റത്തിന് നോക്കിയിട്ടും നടക്കുന്നില്ല. ഇത് നിനക്കും കൂടെ അവകാശപ്പെട്ടതാണ്. നീ മാത്രം എന്താ മിണ്ടാതിരിക്കുന്നത്? എനിക്കച്ഛൻ്റെ സ്വത്തൊന്നും വേണ്ട. മാത്രമല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇവർക്കൊക്കെ കുടുംബമായി, അപ്പം അതിൻ്റെതായ ചെലവും കാണും. അതുകൊണ്ട് അച്ഛാ, എനിക്ക് മനസ്സിലായി നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനിയിപ്പോ ആരോട് ആലോചിക്കാൻ? ആ കവലത്തിണയിൽ ഇരിക്കുന്നവരോടോ? അതോ ഇനി സൂക്ഷിച്ച് സംസാരിക്കണം. ഒന്നുമില്ലേ, നീ ഒരു പോലീസ് ഓഫീസറല്ലേ? സംസാരിക്കുമ്പോൾ മര്യാദ കാണിക്കുക. ചേട്ടൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ? നമ്മൾ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ആവശ്യമില്ലാത്തവരെ പിടിച്ചിടണോ? അച്ഛന് അച്ഛൻ്റെതായ തീരുമാനങ്ങളുണ്ടാവും. അതനുസരിക്കുകയല്ലേ മക്കളായി നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ അവകാശമാണ്. അച്ഛന്റെ അമ്മയുടെ സ്വത്തുക്കൾ മക്കൾക്കുള്ളതാ. അല്ലെന്ന് ആര് പറഞ്ഞു? അമ്മയുടെ സ്വത്തുക്കൾക്ക് മക്കൾക്ക് അവകാശമുണ്ട്. പക്ഷേ അച്ഛന്റെ സ്വത്തുക്കൾക്ക് അവകാശമില്ല. അതുകൊണ്ട് എന്റെ കാലശേഷം മതി മക്കൾക്ക്. എനിക്ക് അച്യുതനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. തമ്പിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് സംസാരിക്കാനൊരു മടി. എന്നോട് സംസാരിക്കാനേ തമ്പിക്ക് ഒരു മടിയും തോന്നണ്ട.
അച്ചുവിനറിയാമല്ലോ, എൻ്റെ ജീവിതം പണ്ടേ ഒരു പരാജയമാണ്. ആവുന്ന കാലത്ത് ഞാൻ ശരിക്കും അധ്വാനിച്ചു. അന്നൊന്നും എനിക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കണം. പിന്നെ സ്വന്തമായൊരു വീടും, അതും ഇതുവരെ ആയിട്ടില്ല. അതൊക്കെ ശരിയാവും തമ്പി, അതോർത്ത് വിഷമിക്കണ്ട. ഇത് എന്നാ അച്ചു? ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, വീട്ടുകാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്രയും നാൾ കഴിയാത്തത് ഇനി എന്ന്? അത് ശരിയല്ലേ? ഇനി എന്ന് പറ. എനിക്കിനി ഇത്രയും വലിയൊരു തുക നടക്കുമെന്ന് തോന്നുന്നില്ല. തമ്പിക്ക് ഞാൻ കുറച്ച് പുരയിടം തന്നാൽ സർക്കാരിൻ്റെ സഹായത്തോടെ ഒരു വീട് വെച്ചൂടെ? വീട് അതെൻ്റെ ഒരു സ്വപ്നമാണ് അച്ചു. പക്ഷേ ഇനി ഞാൻ ശ്രമിച്ചാൽ ഇതൊക്കെ നടക്കുമോ? നടക്കും. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തത് എന്താ ഉള്ളത്? താൻ സമാധാനമായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. ഈ അച്ഛൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുദ്ദേശം? പഴയ കൂട്ടുകാരെന്നും പറഞ്ഞ് കുറച്ചുപേര് കൂടിയിട്ടുണ്ടല്ലോ, അവരുടെ ഉപദേശം കാണും. ആ അളിയൻ വന്നിട്ട് കുറേ സമയമായ? കുറച്ചു സമയമായി. പോകാൻ ഇറങ്ങിയായിരുന്നു. ഞാനിന്ന് കമ്മാളകുന്നി പോയിരുന്നു. വരുന്ന വഴിക്ക് നിങ്ങൾ അച്ഛനെ കണ്ടിരുന്നു. കടത്തെണ്ണയിലിരുന്ന് ചീട്ട് കളിക്കുന്നു, കുറേ അലവലാദികളുമായിട്ട്. ഈ അച്ഛൻ എന്ത് ഭാവിച്ചാ? ഞങ്ങളെ നാറ്റിച്ച അടങ്ങുള്ളെന്നാണോ? ഇതിനൊരു വഴി നീ തന്നെ കാണണം. നീ എന്ത് തീരുമാനം എടുത്താലും നിന്റെ ഒപ്പം ഞങ്ങളും ഉണ്ട്. ഞാൻ നിന്നെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ അച്ഛാ? നാളെ ഞങ്ങളെല്ലാവരും കൂടി തീർത്ഥയാത്രയ്ക്ക് പോവുക. മൂകാംബിക, തിരുപ്പതി തുടങ്ങിയ സ്ഥലങ്ങൾ. കുറച്ച് ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞല്ലേ കൂട്ടുകാരുമൊത്ത് എങ്ങ് പോകണ്ടെന്ന്. അല്ല മോനെ, എനിക്ക് പോകണം. ഞാൻ അവർക്ക് വാക്കു കൊടുത്തതാ. ഈ യാത്രയെക്കുറിച്ച് വൈശാഖിനോട് സംസാരിച്ചായിരുന്നോ? അത് ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചോളാം. അച്ഛാ, നമ്മുടെ സ്റ്റോർ റൂമിന്റെ താക്കോൽ എവിടെ? എന്തിനാ മോനെ? എൻ്റെ കുറേ പഴയ കേസ് ഫയലുകൾ അതിൻ്റെ അകത്തുണ്ട്. അതൊന്ന് തപ്പണം, ആവശ്യമുണ്ട്. എന്നാ പിന്നെ ലേറ്റാക്കണ്ട, നമുക്ക് കേക്ക് മുറിച്ചാലോ? സോറി, ഞാനല്പം ലേറ്റായി പോയി. ആ, കളക്ടർ എത്തിയല്ലോ. ഹാപ്പി ബർത്ത്ഡേ മോളെ. അച്ഛനെ കാണാനല്ലോ. അച്ഛനെവിടെ? നീ ഇന്നലെ വിളിച്ചപ്പോൾ പറയാൻ പറ്റിയില്ല. അച്ഛന് തീരെ സുഖമില്ല. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അച്ഛനെ കൊണ്ടുവന്നില്ല. അച്ഛനെന്ത് പറ്റിയേട്ടാ? ഓ, പ്രായമായതിൻ്റെ കുറച്ച് വയ്യായിക, അത്രേ ഉള്ളൂ. എന്നാലും നമ്മളെല്ലാവരും ഉള്ളപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി വന്ന് അച്ഛനെ കൂട്ടിയിട്ട് വരില്ലായിരുന്നു. അതിനിപ്പോൾ അവളിന്ന് വൈകുന്നേരത്ത് പോകുമല്ലോ. എന്നാലും നമ്മളെല്ലാവരും ഉള്ളപ്പോൾ അച്ഛൻ മാത്രം. എല്ലാവരും ഒന്ന് അടുത്തോട്ട് വന്നേ, കേക്ക് മുറിക്കാൻ പോവുകയാണ്. ആ, കേക്ക് എടുക്കും. അച്ഛാ, 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 അച്ഛാ.
അച്ഛാ, എനിക്കച്ഛാ. അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ. നീ അമ്മയോട് യാത്ര ചോദിച്ചായിരുന്നു? എവിടേക്ക് പോയാലും അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ തിരി കത്തിച്ച് തൊഴുത് യാത്ര പറയാതെ ഞാൻ പോവാറില്ലല്ലോ അച്ഛാ. എൻ്റെ മോന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ. നീ കളക്ടറായി വരുന്നത് കാണാൻ നിന്റെ അമ്മ ഇല്ലാതെ പോയല്ലോ. എനിക്ക് അച്ഛനുണ്ടല്ലോ. അമ്മയുടെ മാത്രം ആഗ്രഹമല്ലല്ലോ ഞാനൊരു കളക്ടറായി വരിക എന്നുള്ളത്. നീ കളക്ടറായിട്ട് വരുന്നത് കാണാൻ ഞാനുണ്ടാവും. കൂടെ നിന്റെ അമ്മയും കാണും. അച്ഛാ, അച്ഛാ, കണ്ണു തുറക്കച്ഛാ.